ആവശ്യമാണ്. ചില വ്യക്തികളൊക്കെ ചില ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ കാര്യങ്ങൾ കിട്ടിയിട്ടില്ല. ആ കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യും എന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനയാണ് അതിൻ്റെയൊക്കെ മുഖാന്തരം ഒരുമിച്ച് ആ കാര്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു പ്രാർത്ഥന നമുക്കവിടെ അങ്ങനെ ആ ഭാഗത്ത് കിട്ടിയാൽ പകൽ സമയത്തൊക്കെ ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ ദേശത്തിന് വേണ്ടി വെക്കാൻ അതൊരു നല്ല സൗകര്യമായിരിക്കും. ഒത്തിരി പേർക്ക് വന്ന് സംബന്ധിക്കുവാൻ കഴിയും. അതിൽ ആ ചുറ്റുവട്ടങ്ങളിൽ പാർക്കുന്നവർക്ക് തന്നെ അത് വലിയ അനുഗ്രഹത്തിന് തന്നെ കാരണമായി മാറും. ആ പട്ടണത്തിന് തന്നെ അനുഗ്രഹമായി മാറും. നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആ കാര്യങ്ങൾ ചെയ്യട്ടെ. ഹല്ലേലൂയ. കൂട്ടുകാരിൽ ഭാരമായി എന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ ഭാരമായി എന്നെ പോറ്റുന്ന നല്ല പെറ്റമ്മേ അമ്പേറുന്ന യേശുവായോ, നല്ല പെറ്റമ്മേ അമ്പേറുന്ന യേശുവായോ, കൂട്ടുകാരിൽ ഭാരമായി എന്നെ പോറ്റുന്ന, കൂട്ടുകാരിൽ ഭാരമായി എന്നെ പോറ്റുന്ന നല്ല ക്രിസ്ത്യ ജീവിതം പോലെ ഭാഗ്യം മറ്റെന്തോ. ഇന്ന് രാത്രികാല സന്തോഷത്തോടെ നമ്മൾ ഇരിക്കുന്നത്, ആനന്ദത്തോടെ നമ്മൾ ഇരിക്കുന്നത് കാരണം എന്തെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിലേക്ക് നമ്മൾ ആയതുകൊണ്ടാണ്. ആ ജീവിതം എത്ര സന്തോഷമാണ്, എത്ര ആനന്ദമാണ്. സ്വർഗത്തിലെ ദൈവം അത് നമുക്ക് തന്നതിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. രാത്രികാലം അല്പസമയം ദൈവസന്നിധിയിൽ നമുക്ക് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ചു സഹായിക്കട്ടെ. അതിനാധാരമായി നമുക്ക് രാത്രികാലം അല്പസമയം ചിന്തിക്കായി വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം അതിന്റെ 60-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. ഇനിയും നിന്റെ ദേശത്ത് സാഹസവും നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. മതി. ഹല്ലേലൂയ. അപ്പോൾ ഇസ്രായേൽ ജനത്തോട് ബന്ധപ്പെട്ട് ദൈവത്തിന്റെ അഭിഷിക്തനായ യെശയ്യാപ്രവാചകൻ പ്രവചനവാക്യത്തിലൂടെ സംസാരിക്കുകയാണ്. ഇനിയും എന്തില്ല, നിന്റെ ദേശത്ത് സാഹസം ഉണ്ടാകത്തില്ല. അപ്പോൾ എന്തുണ്ടായിരുന്നു അവിടെ? സാഹസം ഉണ്ടായിരുന്നു. അടുത്ത വാക്യം പറയുന്നു, ഹല്ലേലൂയ, നിന്റെ അതിരിനകത്ത് നിന്റെ അതിരിനകത്ത് ശൂന്യവും നാശവും കേൾക്കയില്ല. അപ്പോൾ എന്തുണ്ടായിരുന്നു? നമ്മുടെ അതിരിനകത്ത് എന്തുണ്ടായിരുന്നു? ഇസ്രായേൽ നിന്റെ അതിരിനകത്ത് എന്തുണ്ടായിരുന്നു? ഒരു ശൂന്യത ഉണ്ടായിരുന്നു. ഒരു ശൂന്യത ഉണ്ടായിരുന്നു. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ആയിരിക്കുന്ന അതിരിനകത്തോ, നമ്മളെ ആക്കിയിരിക്കുന്ന അതിരിനകത്തോ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയുണ്ട്? ശൂന്യതകളൊക്കെ ഉണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ആത്മാവ് ഇങ്ങനെ പറയാൻ പറയുന്നു, ആമേൻ, ഹല്ലേലൂയ, നിന്റെ അതിരിനകത്ത് ഇനി എന്തുണ്ടാകത്തില്ല? ശൂന്യതയും നാശവും ദൈവത്തില്ല. നിന്റെ അതിരിനകത്ത് ശൂന്യത ഉണ്ടായിരുന്നു, നിന്റെ അതിരിനകത്ത് നാശമുണ്ടായിരുന്നു. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. നിന്റെ അതിരിനകത്ത് അന്ധകാര ശക്തി എന്തുകൊണ്ടുവന്നു? ഒരു ശൂന്യത കൊണ്ടുവന്നു. അവൻ നിന്റെ അതിരിനകത്ത് അന്ധകാര ശക്തി എന്തുകൊണ്ടുവന്നു? ഒരു നാശം കൊണ്ടുവന്നു.
ശത്രുവെ നീ കൊണ്ടുവന്ന ശൂന്യത മതി, ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പോകുക. ഹല്ലേലൂയ. ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാൻ പോകുക. ഹല്ലേലൂയ. നീ കൊണ്ടുവന്ന അവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ശൂന്യത, അവൻ നീ കൊണ്ടുവന്ന അവൻ ഹല്ലേലൂയ ചില അവൻ ഇല്ലായ്മകൾ, ചില പോരായ്മകൾ അവൻ ഇന്ന് രാത്രികാലം ശത്രുവിനോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, ഇന്ന് അതിനെ എന്ത് ചെയ്യാൻ പോവാ? സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എത്ര പേർക്ക് അവൻ അല്ലെങ്കിൽ ആത്മാവിൽ ദൈവത്തിനെ ആരാധിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിന്റെ അതിരിനകത്ത് അവൻ നമ്മളോട് സംസാരിക്കുകയും രാത്രികാലം അവൻ ഇത് ഇസ്രായേൽ ജനത്തോട് സംസാരിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവ് ഈ ഇരിക്കുന്ന ചുരുക്കം പേരോട് ഇന്ന് രാത്രികാലം ആത്മാവ് സംസാരിക്കുകയാണ്. നിന്റെ അതിരിനകത്ത് എന്തുണ്ടാകത്തില്ല? ശൂന്യത, 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 ശൂന്യത. അവൻ വരികയില്ല, ശൂന്യത ഉണ്ടാകത്തില്ല. അവൻ ഇനിയല്ല നാശം അവൻ കേൾക്കുകയില്ല. ആമീൻ. ശത്രു കൊണ്ടുവന്നതാണ് ഈ രണ്ട് ആമീൻ ഹല്ലേലൂയ അവസ്ഥകൾ. ആമീൻ. നാശവും ശൂന്യതയും. ഇത് രണ്ടും ഒരു ഭവനത്തിൽ ഒരു ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പിന്നെ മുൻപോട്ട് പോകാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ ശൂന്യത വന്നു, നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒരു നാശം വന്നു, നമുക്ക് മുമ്പോട്ട് സന്തോഷത്തോടെ പോകാൻ കഴിയും. നമുക്ക് സന്തോഷം ദൈവത്തെ ആരാധിക്കാൻ കഴിയും. ആമേൻ. മറ്റുള്ളവരുടെ മുൻപിൽ നമുക്ക് സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ അകത്തളങ്ങളിൽ പ്രകടനപ്പെട്ട് വരുമോ? ഹല്ലേലൂയ. ഈ രണ്ടും ജീവിതത്തെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു അന്ധകാര ശക്തിയുടെ വ്യാപാരം. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ, നമ്മുടെ സന്തോഷത്തെ, നമ്മുടെ ആരോഗ്യത്തെ, ഹല്ലേലൂയ, നമ്മുടെ ആരോഗ്യത്തെ വരെ അവൻ കെടുത്തിക്കളയുന്ന, ശൂന്യമാക്കി കളയുന്ന അവൻ ഒരു അന്ധകാരത്തിന്റെ പോരാണ് ഒരു ശൂന്യത കൊണ്ടുവരുന്നത്. ഹല്ലേലൂയ. ഒരു നാശം കൊണ്ടുവരുന്നത്. ഇന്ന് രാത്രികാലം ആത്മാവിൽ പ്രവചിച്ചു പറയട്ടെ, അവൻ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ശൂന്യതകളെ, ജീവിതത്തിൽ കൊണ്ടുവരുന്ന നാശങ്ങളെ ഇന്ന് രാത്രികാലം ആത്മാവ് ബ്ലോക്ക് ചെയ്ത്, ഹല്ലേലൂയ, ഇന്ന് രാത്രികാലം ആത്മാവിന്റെ ശക്തി അതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. അധികാരമുള്ള അഭിഷേകമുള്ള അധികാരത്തിന്റെ ശക്തി നാവിന്മേലുള്ള ദൈവമക്കളെ രാത്രികാലം ആത്മാവിൽ പറ, അവൻ എന്റെ ഹല്ലേലൂയ, അവൻ അതിരിനകത്തളങ്ങളിൽ, എന്റെ അതിരിനകത്തളങ്ങളിൽ അവൻ ശൂന്യത കൊണ്ടുവരുന്ന, എന്റെ അതിരിനകത്തളങ്ങളിൽ ശൂന്യത കൊണ്ടുവരുന്ന അന്ധകാരത്തിന്റെ പേരിൽ ഇന്ന് രാത്രികാലം അവൻ ബ്ലോക്ക് ചെയ്യുക. ഇന്ന് രാത്രികാലം അവനെ ഞാൻ ശാസിക്കുക. പോരാ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ത് നടക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് നമുക്ക് കാലെടുത്ത് വെച്ച് കയറാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഒരു വലിയ ശൂന്യത, ഒരു വലിയ വരൾച്ച. ഹല്ലേലൂയ. അവൻ ജീവിതത്തിൽ അന്ധകാര ശക്തി കൊണ്ടിട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം അവൻ പ്രാർത്ഥിക്കുന്ന നീ എഴുന്നേൽക്കുക, പ്രാർത്ഥിക്കുന്ന നീ എഴുന്നേൽക്കുക. അവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നതിനെ അവനവന് പുറപ്പെട്ടെ, അവൻ പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തിയിൽ പുറപ്പെട്ടെ. ഇന്ന് രാത്രികാലം ഞാനതിനെ ശാസിക്കുകയാണ്, ഞാനതിനെ വെക്കുകയാണ്. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആമേൻ ഹല്ലേലൂയ കൊണ്ടുവരുന്ന ശൂന്യതകൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീയോട് സ്തോത്രം. ആമേൻ ഹല്ലേലൂയ. അടുത്തത് പറയുന്നു നാശം. കണ്ടോ? ഹല്ലേലൂയ. നാശം, നശിപ്പിച്ചു കളയുക. ഹല്ലേലൂയ. അവൻ നമ്മളെ കഷ്ടപ്പെട്ട് അവൻ വളരെ ഭാരപ്പെട്ട് ചിലത് ആമീൻ നമ്മൾ ആഗ്രഹത്തോടെ ആമീൻ നമ്മൾ അതിൽ ഉണ്ടാക്കിക്കൊണ്ടുവരുമ്പോൾ ആമീൻ ശത്രു എന്ത് ചെയ്യുക? നശിപ്പിച്ചു കളയുക, ഉടച്ചു കളയുക. ഹല്ലേലൂയ. അവൻ ചിലത് അതിലും മുകളിലോട്ട് വരുന്നതിനെ അവൻ നാമ്പിനെതിയെ അവൻ പിരിച്ചു ഒടിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം, ഇന്ന് രാത്രികാലം അങ്ങനെ അത്യന്തമായ ശക്തികളെ വെറുപ്പിക്കുവാനായിട്ട് അവൻ നാശത്തെ വിതയ്ക്കുന്ന, നാശത്തെ വിതയ്ക്കുന്ന, അത് കുടുംബങ്ങളിലായിരിക്കാം, അത് വ്യക്തികളിലായിരിക്കാം, അത് നാശത്തെ വിതയ്ക്കുന്ന ദുഃഖന്റെ ആധിപത്യത്തെ, അവൻ ദുഃഖന്റെ ശക്തിയെ ഇന്ന് രാത്രികാലം വെറുപ്പിച്ചുകൊണ്ട്
നിന്റെ മതിലുകൾക്ക് രക്ഷ എന്നും നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്നും പേർ പറയും. അടുത്തത് പറയുകയാണ്, ആമേൻ, ശൂന്യവും നാശവും ആമേൻ ഹല്ലേലൂയ കേൾക്കുകയില്ല. അടുത്തത് നിന്റെ മതിലിനകത്ത് മതിലുകൾക്കകത്ത് രക്ഷ. ഹല്ലേലൂയ. ആമേൻ. മതിലിനകത്തളങ്ങളിൽ നീ ആയിരിക്കുന്ന വേലിക്കെട്ടിനകത്തളങ്ങളിൽ അവൻ തമ്പുരാൻ ഇന്ന് രാത്രികാലം പറയുന്നു, അവൻ ശൂന്യതയും അവൻ നാശവും കൊണ്ടുവന്ന അന്ധകാര ശക്തിയെ പുറത്താക്കിയിട്ട് അവൻ നിന്റെ മതിലിനകത്തളങ്ങളിൽ രക്ഷയെ തരുന്ന ഒരു ദൈവം, അവൻ രക്ഷയെ തരുന്ന ഒരു ദൈവം, രക്ഷയെ തരുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആ രക്ഷകനെ അവൻ ഒന്ന് പിടിക്കാൻ, ആ രക്ഷകനെ അരികിലേക്ക് ഒന്ന് പറഞ്ഞില്ല, ആ രക്ഷകനെ എനിക്ക് വേണമെന്ന് പറയാം. പൂർത്തീകരണത്തിലേക്ക് വരാതെ കണ്ട അവൻ നാശമാക്കി അതിനകത്തവങ്ങൾ പാർക്കാൻ കഴിയാറുണ്ട്, അവർ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ കഴിയാറുണ്ട്, അവർ തടഞ്ഞു നിൽക്കുന്ന ചില അഹങ്കാര പേരുകളെ അവൻ രാത്രിക്കാരെ ശാസിച്ച് കാര്യമാണ്. അവൻ ഇന്ന് രാത്രിക്കാരെ പറ, അവൻ എന്റെ മകൻ കെട്ടിനകത്തവർ, എന്റെ മകൻ കെട്ടിനകത്തവർ, അവൻ രക്ഷയുടെ ദൈവം, അവൻ എനിക്ക് രക്ഷകനായി. അവൻ എന്റെ മകൻ കെട്ടിനകത്തവർ, അവൻ എന്റെ വേറെ കെട്ടിനകത്തവർ, എനിക്ക് Jesus, hallelujah. Amen. Hallelujah. നിന്റെ വാതിലുകൾക്ക് തുതിയെന്നും നീ പേർ പറഞ്ഞു. ഹല്ലേലൂയ. അകത്തളങ്ങളിൽ വ്യാപരിച്ചിരുന്ന നാശത്തെയും അകത്തളങ്ങളിൽ വ്യാപരിച്ചിരുന്ന ശൂന്യതകളെയും പുറത്തു കളഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിനെ ജയിക്കാൻ കഴിഞ്ഞപ്പോൾ അടുത്ത വാക്യം വായിച്ചത് നമ്മൾ കേട്ടോ, അടുത്ത വാക്യം വായിച്ചത് കേട്ടോ, അത് നമ്മളെ സന്തോഷിപ്പിക്കുന്നതാ, അത് നമ്മളെ ബലപ്പെടുത്തുന്നതാ. ഹല്ലേലൂയ. അവൻ നിന്റെ മതിൽക്കെട്ടിനകത്ത് എന്തുണ്ടാകും? രക്ഷയുണ്ടാകും. അവൻ ഹല്ലേലൂയ. നിന്റെ വാതിലുകൾക്ക് സ്തുതി എന്ന് പേര് വിളിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞാൻ പറയാം, പ്രാർത്ഥിക്കുന്ന നിന്നെ നോക്കി സ്തുതി എന്ന് പേര് വിളിക്കാം. ഹല്ലേലൂയ. സ്തുതി ആർക്കാ കൊടുക്കുന്നത്? സ്തുതി ആർക്കാ കൊടുക്കുന്നത്? അവൻ സ്തുതി ഒറ്റയൊരുവന് മാത്രമേ കൊടുക്കത്തുള്ളൂ, അത് ദൈവത്തിന് കൊടുക്കുന്നത്. അവൻ ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം വചനം വിളിച്ചു പറയുന്നു, അവൻ നിന്നിൽ, അവൻ നിന്റെ അവൻ ഹല്ലേലൂയ മതിൽക്കെട്ടിനകത്തളങ്ങളിൽ രക്ഷകനായ തമ്പുരാനായിരിക്കുമ്പോ അവൻ നിന്നെ നോക്കിക്കൊണ്ട്, അവൻ നിന്റെ വാതിലിൽ നോക്കിക്കൊണ്ട് അവൻ ഹല്ലേലൂയ അവൻ പറയുകയാണ്, അവൻ ഹല്ലേലൂയ അവൻ നിന്റെ വാതിലിൽ നോക്കിക്കൊണ്ട് പറയുന്ന വാക്കാണ് നമ്മൾ അടുത്തത് വായിച്ചത്, സ്തുതി. ഹല്ലേലൂയ. അടുത്തത് സ്തുതി എന്ന് പറയും. അടുത്തത് 19 വാക്യം. ഇനിയും പകൽ നേരത്തോ നിന്റെ വെളിച്ചം സൂര്യനല്ല. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തുമ്പോൾ അവൻ ഹല്ലേലൂയ വരണ്ട് ചൂടേറ്റ മണൽത്തരികൾ പൊള്ളുന്നത് പോലെ, ശരീരത്തിലകളിൽ പറന്നു വീണ പൊള്ളി അണഞ്ഞു പോകുന്നത് പോലെ ഉള്ള വലിയ കാലാവസ്ഥയുടെ നടുവിൽ അവൻ തമ്പുരാൻ ഇസ്രായേൽ ജനത്തെ നടത്തുമ്പോൾ അവരുടെ കാല് പൊള്ളിയില്ല, അവരുടെ ശരീരം പൊള്ളി
അവൻ കാരണം എന്തെന്നറിയാമോ? അവൻ ഹല്ലേലൂയ സൂര്യൻ ഉദിക്കാതിരുന്നില്ല, സൂര്യൻ ഉദിച്ചു നിൽക്കുന്നു. എന്നിട്ടും അവൻ അവരുടെ ദേഹത്ത് ചൂടടിച്ചില്ല. കാരണം മേഘസ്തംഭമായി അവൻ തമ്പുരാൻ അവരുടെ മീതെ നിൽക്കുന്നില്ല. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവരെ അവൻ സംരക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്നവരെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമായി 19-ാം വാക്യത്തിൽ പറഞ്ഞ ഇനി ആമേൻ പകൽ അവൻ നേരത്തെ നിന്റെ വെളിച്ചം ആരല്ല. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനിയും പകൽ സമയത്ത് നിന്റെ മേൽ ഉദിക്കുന്നത് ആമേൻ ഹല്ലേലൂയ ഈ പ്രകൃതിയുടെ സൂര്യനല്ല, അഖിലാണ്ടത്തിന്റെ സൂര്യൻ. കൃപ കൃപ ഹല്ലേലൂയ. അവൻ ആകാശത്തെ നിർമ്മിച്ചവൻ, ഭൂമിയെ നിർമ്മിച്ചവൻ, അവൻ ആകാശത്തിന്റെ മീതെ അവൻ സൂര്യനെ നിർമ്മിച്ചവൻ, അവൻ ചന്ദ്രനെ നിർമ്മിച്ചവൻ. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കുന്നവരോട് പറയുക, ഇനിയും ഇതല്ല, ഈ പ്രകൃതിയുടെ സൂര്യനല്ല നിന്നെ നയിക്കുന്നതാ. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അവൻ ഞാനാണ് നിന്നെ നയിക്കുന്നത്. അഖിലാണ്ടത്തിന്റെ ഉടയവനായ സൂര്യനായിരിക്കുന്ന ദൈവം നിന്നെ നയിക്കും. ആമേൻ. പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക്, കണ്ടോ അടുത്ത വാക്യം കണ്ടോ, യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കും. ജീസസ് ഹല്ലേലൂയ ആമേൻ 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 ആമേൻ. സ്വന്തമായി തകർന്ന് ശ്രദ്ധിച്ചു. സൂര്യൻ അല്ലെങ്കിൽ എത്ര മണിക്ക് ഉദിക്കും? സൂര്യൻ എത്ര മണിക്ക് ഉദിക്കും? ഒരു ശരാശരി ഒരു സമയം പറ. എത്ര മണിക്ക് ഉദിക്കും? 6 മണി അല്ലെങ്കിൽ 7 മണി. അവന് എത്ര മണി വരെ അത് കാണും? 6 മണി. 6 മണിക്ക് ഉദിക്കും. 6 മണി എന്ത് ചെയ്യും? അതിന്റെ അവസാനമായി ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുകയാണ്, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇനിയും ഈ സൂര്യനല്ല നിനക്ക് വെളിച്ചം തരുന്നത്. ഹല്ലേലൂയ. ഇനി മുൻപോട്ട് നടത്തുന്നത് ഈ സൂര്യനല്ല. ഹല്ലേലൂയ. അവൻ ഈ സൂര്യനല്ല, ഈ സൂര്യന്റെ അവൻ വെളിച്ചത്തിലല്ല അവൻ മുൻപോട്ട് പോകുന്നത്. അകത്തുള്ളവരുടെ ആത്മാവിന്റെ ഒരു വെളിച്ചം, അകത്തുള്ളവരുടെ ആത്മാവിന്റെ ശരി, അകത്തുള്ളവരുടെ ആത്മാവിന്റെ ഒരു സൂര്യൻ, അകത്തുള്ളവരുടെ അഖിലാണ്ടത്തിന് ഉടയവനായിരിക്കുന്ന ദൈവത്തിന്റെ കാലിക ഫലം. ഹല്ലേലൂയ. ഇന്ന് അകത്തുള്ളവർ ആരായിരിക്കുമ്പോ പ്രകൃതിയുടെ സൂര്യനല്ല അവൻ നടക്കുന്നത് ദൈവത്തിന്റെ സൂര്യൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. കത്തിയെന്നറിയത്തില്ല, എത്ര പേർക്ക് കത്തിയെന്നറിയത്തില്ല. അവൻ ഇതോ അവൻ 7 മണിക്ക് ഉദിക്കും. അവൻ പ്രകൃതിയുടെ സൂര്യൻ 7 മണിക്ക് ഉദിക്കും. 5 മണിയാകുമ്പോ അത് അസ്തമിച്ചു മാറും. ഇന്ന് രാത്രിക്കാലം ആത്മാവിളിച്ചു പറയുന്നു, അകത്തവനായിരിക്കുന്ന ഈ സൂര്യനുണ്ടല്ലോ, അകത്തവനായിരിക്കുന്ന ഈ പ്രകാശമുണ്ടല്ലോ, അത് ഒരിക്കൽ വന്നിട്ട് അവസാനിക്കുന്നതല്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇനിയും അവൻ പകൽ നേരത്ത് അവൻ നിന്റെ വെളിച്ചം സൂര്യനല്ല. അവൻ നിനക്ക് നിലാവട്ടം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും. അവൻ ഹല്ലേലൂയ. യഹോവ നിനക്ക് എന്തെയും നിത്യപ്രകാശമായിരിക്കും, നിത്യപ്രകാശമായിരിക്കും. നിന്റെ ദൈവം നിന്നെ തേജസ്സും അവൻ ഹല്ലേലൂയ, അവൻ ഹല്ലേലൂയ തേജസ് ആക്കുന്നു. കണ്ടോ, ഒരു തേജസ് സ്വർഗ്ഗനാമത്തിൽ. ഈ തേജസ് ആമേൻ നമ്മുടെ മേൽ വീണ, ഈ തേജസ് നമ്മുടെ മേൽ വീണ. ഈ തേജസ് ഒരിക്കൽ പത്രോസ് ആമേൻ ഹല്ലേലൂയ മലയിൽ യേശുവിനോട് കൂടെ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടു. പത്രോസ് കണ്ടു ഈ തേജസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗ്ഗാദി സ്വർഗ്ഗങ്ങളിൽ പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് തേജസ്വരൂപനായിരിക്കുന്ന ഒരുവൻ, തേജസ് വാരി ചുറ്റിയിരിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ, തേജസ് വാരി ചുറ്റിയിരിക്കുന്ന ഒരുവൻ. ഹല്ലേലൂയ. ആത്മാവിൽ യോഗം കണ്ടു. ഹല്ലേലൂയ. ഇവിടെ അവൻ മലയിൽ യേശുവിനോട് കൂടെ പ്രാർത്ഥിക്കുമ്പോ പത്രോസ് കാണുന്ന ഒരു കാഴ്ചയുണ്ട്. തേജസ് നിൽക്കുന്ന യേശുവിനെ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവ് പറയുകയാണ്, ഈ തേജസ് അവനെ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടിയല്ല. ഈ തേജസ് പ്രാർത്ഥിക്കുന്ന നിന്നെ ചുറ്റി നിൽക്കോ. ഈ തേജസ് നിന്റെ ഭവനത്തിൽ വരും. ഹല്ലേലൂയ. കേട്ടോ? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. അടുത്തത് അതിന്റെ 20 വാക്യം വായിച്ചോണം. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കില്ല. നിന്റെ സൂര്യൻ എന്ത് ചെയ്യത്തില്ല? ഇനി അസ്തമിക്കത്തില്ല. ദൈവം പറയുകയില്ല, ദൈവം പറയുകയില്ല. അതിന് അകത്തളങ്ങളിൽ വീണയാത്തി, അകത്തളങ്ങളിൽ വീണയാത്തി. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ഇനിയും എന്ത് ചെയ്യത്തില്ല? നിന്റെ സൂര്യൻ അസ്തമിക്കത്തില്ല, അസ്തമിക്കത്തില്ല. ഒരു ശത്രുവും അതിനെ അസ്തമിപ്പിച്ച് കളയാൻ കഴിയത്തില്ല. അവന് ഒരു ശത്രുവിനും അതിനെ അവൻ കെടുത്തി കളയാൻ കഴിയത്തില്ല. കാരണം ഇത് കൈമാറിയ സ്വർഗമാണ്, ഇത് കൈമാറിയ സ്വർഗമാണ്. ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ പിടിച്ചു, ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ പിടിച്ചു. ഹല്ലേലൂയ. ഈ അകത്തളങ്ങൾ കൈമാറുന്ന സൂര്യനെ അവൻ ആരാണ് കൈമാറിയത്? സ്വർഗമാണ് കൈമാറിയത്. ഇതിനൊരു ശത്രുവിന് അണച്ചു കളയാൻ കഴിയത്തില്ല, ഒരു ശത്രുവിനെ കെടുത്തി കളയാൻ കഴിയത്തില്ല. ആമേൻ, ആമേൻ. പെട്ടെന്ന് വായിച്ചാട്ടെ. നിന്റെ ചന്ദ്രന് നിധിയത്തില്ല. അവൻ ശത്രുവിനെ എത്ര കാർമേഘം കൊണ്ട് മൂടിയാലും, ഹല്ലേലൂയ, ശത്രു എത്ര കാർമേഘം കൊണ്ട് മൂടിയാലും യേശുവിന്റെ നാമത്തിൽ എത്ര കാർമേഘം കൊണ്ട് മൂടിയാലും അവൻ ഹല്ലേലൂയ എന്ത് ചെയ്യത്തില്ല? അതിനെ മൂടി വെക്കാൻ കഴിയത്തില്ല, അതിനെ മൂടി വെക്കാൻ കഴിയത്തില്ല. ദൈവത്തിന്റെ തേജസ് വെളിപ്പെടുമ്പോ, ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുമ്പോ, ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോ, ഹല്ലേലൂയ, അകത്തളങ്ങളിൽ നിന്ന് ഈ തീയതിയോ കത്തി പടരും, കത്തി പടരും, കത്തി പടരും. ആത്മാവ് ഈ രാത്രിക്കാലം ഭൂമിയെ പിടിച്ച് ആത്മാവ് പ്രാർത്ഥിച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇത് രാത്രികാലം ആവേ. ഹല്ലേലൂയ. നീ ചെന്ന്
ഇത് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ സ്വർഗ്ഗം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു സാന്നിധ്യത്തിലേക്ക് നമ്മളെ കയറ്റാൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നു. അവൻ ഹല്ലേലൂയ ആ കൃപയിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ആ അകത്തളങ്ങളിൽ കത്തിയ തീയ, ആ അകത്തളങ്ങൾ ഉദിച്ച സൂര്യന ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോ അവൻ സ്വർഗ്ഗം തുറന്നു. അവൻ സ്വർഗ്ഗം തുറന്നു. അവന് വേണ്ടി യാതൊരുത്തിലേക്ക് അവൻ സ്വർഗ്ഗത്തിന് തീരണമെന്ന് ആ തീയാവിനെ നിന്റെ അകത്തളങ്ങൾ വ്യാപിക്കുന്നത്. ഓ ജീസസ് ഹല്ലേലൂയ. അവൻ പറയുന്നത് കേട്ടിട്ടില്ലേ? ചില ഭൂതങ്ങൾ ഇറങ്ങുമ്പോ ചില ഭൂതങ്ങൾ ഇറങ്ങുമ്പോ ചില അഭിഷക്തന്മാർ അവൻ ഇറങ്ങി ചെല്ലുമ്പോ അവൻ ഭൂതം പറയുന്നത് കേട്ടിട്ടില്ലേ? തീയാണ് തീയാണ് തീയാണ്. അവൻ തീയാണ് തീയാണ്. അടുത്ത് പറയുന്നത് തീയാണെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? ആ തീയാണ് നീ തീ. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നമ്മൾ പ്രാപിക്കേണ്ടതാണ്. ആമേൻ നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അകത്തളങ്ങളിൽ ആമേൻ നമ്മളിൽ വ്യാപരിക്കേണ്ടത് ഈ തീയാണ്. ആമേൻ ഈ ശക്തിയാണ് നമ്മുടെ മേൽ ഹല്ലേലൂയ വാഴേണ്ടത്. ഇന്ന് രാത്രികാലം ആമേൻ ശൂന്യതകളെ ഈ ശക്തി കൊണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ആമേൻ ഹല്ലേലൂയ ദൂരെ എറിഞ്ഞു കളയാൻ പറ്റും. ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ തകർത്ത് കളയാനായി നിൽക്കുന്ന വെല്ലുവിളിച്ച് നിൽക്കുന്ന അന്ധകാര ശക്തി എന്ത് ചെയ്യാൻ പറ്റും? ആമേൻ ഹല്ലേലൂയ തുടച്ചു മാറ്റാൻ കഴിയും. യേശുവിന്റെ നാമത്തിൽ അതാണ് തീയുടെ അനുഭവം. അവൻ അത് കരിച്ചു കളയാൻ ഇടയായി തീരും. ഹല്ലേലൂയ. നിന്ന സ്ഥലം എവിടെന്ന് പോലും അറിയാതെ വേണം. അവൻ ആയിരുന്നത് എവിടെന്ന് പോലും അറിയാതെ വേണം. അവൻ ഈ തീ എന്തെയോ അവൻ അത് ദഹിപ്പിച്ചു കളയുന്നതാണ്. അത് ദഹിപ്പിച്ചു കളയുന്നതാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാ. അവൻ ഈ അഗ്നി നിന്റെ അകത്തളങ്ങൾ വ്യാപരിക്കുകയാ. ഈ അഗ്നിയാണ് ഒരു സൂര്യനായി നിന്റെ അകത്തളങ്ങൾ സ്വർഗ്ഗം കൈമാറിയിരിക്കുന്നതാ. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. അടുത്ത വാക്യം വായിച്ചു. യഹോവ നിന്റെ നിത്യപ്രകാശമായിരിക്കും. യഹോവ നിന്റെ ആരാ? നിത്യപ്രകാശമായിരിക്കും. ഹല്ലേലൂയ. ഇത് നിത്യം നിന്റെ കൂടെ. അവൻ ഹല്ലേലൂയ ഇത് ഏത് സമയവും നിന്റെ കൂടെ. അത് ഏത് നിമിഷവും നിന്റെ കൂടെ. ഹല്ലേലൂയ. യഹോവ നിന്റെ നിത്യ പ്രകാശമായിരിക്കും. ഇന്ന് രാത്രികാലം ഇതിനകത്തളങ്ങളിലായിരിക്കുന്ന ദൈവമൈതലേ, ദൈവത്തിന്റെ ആത്മാവിനെ ബലപ്പെടുത്തുകയാണ്. അവൻ യഹോവന്റെ നിത്യമായ പ്രകാശമായി കൂടെ ഇരിക്കും. ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ. യെശയ്യാവ് 35:3-4 അധ്യായത്തിൽ വായിക്കുകയാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? തളർന്നിരിക്കുന്ന കൈകളെ തളർന്ന കൈകളെ എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ സൂര്യൻ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ദൈവവൈദ്യനോട് ദൈവത്തിന്റെ ആത്മ പറയുക, അവൻ നിന്റെ കൈ തളർന്നിരിക്കുന്നത്, അവൻ നിന്റെ കൈ തളർന്നിരിക്കുന്നത്, നിന്റെ കൈ ക്ഷീണിച്ചിരിക്കുന്നത്, അവൻ ഇന്ന് രാത്രിക്കാലം ആത്മ പറയുന്നു, ആ കരങ്ങൾ ബലപ്പെടട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പോൾ ഈ ആമേൻ ഹല്ലേലൂയ കൈകൾ തളരാൻ കാരണമെന്താ? ഈ കൈകൾ തളരാൻ കാരണമെന്താ? ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. നിന്നെ ആമേൻ ഹല്ലേലൂയ ശാരീരികമായി നിന്നെ ഒതുക്കുന്ന ഒരു ശക്തി നിന്നിൽ വ്യാപരിക്കുന്നുണ്ടോ? അവൻ നിന്നോട് വെല്ലുവിളിച്ച് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവായ തളർന്നിരിക്കുന്ന കൈകളെ എന്ത് ചെയ്യണം? ബലപ്പെടണം. അപ്പോൾ ഞാൻ തളർന്നിരിക്കുന്ന കൈകളെ ബലപ്പെടണമെന്ന് പറയണമെങ്കിൽ അകത്തളങ്ങളിൽ ഇരിക്കുന്ന ശക്തി എന്ത് ചെയ്യണം? ബലപ്പെടണം. യേശുവിന്റെ നാമത്തിൽ അകത്തളങ്ങളിലിരിക്കുന്ന തീക്കഷ്ണം എന്ത് ചെയ്യണം? കത്താൻ തുടങ്ങുമ്പോ അവൻ നിന്നെ ഒതുക്കാൻ, നിന്നെ ശാരീരികമായി ഒതുക്കാൻ, അവൻ നിന്നെ ശാരീരികമായി കിടത്തിക്കളയാൻ, നിന്നെ ശാരീരികമായി അധ്വാനിപ്പാൻ അവൻ നിന്റെ നേരെ വെല്ലുവിളിക്കുന്ന അന്ധകാര ശക്തിയെയും യേശുവിന്റെ നാമത്തിൽ അവൻ അവൻ കൊണ്ടുവരുന്ന പദ്ധതികൾ താരമായി ഈ ബലപ്പെട്ടെടുക്കാനിടയായി. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, തളർന്നിരിക്കുന്ന കൈകളെ
ബലപ്പെടുത്തുവീൻ. അടുത്തത് കുഴഞ്ഞ മുഴങ്കാലുകൾ എന്ത് ചെയ്യണം? ഉറപ്പിക്കുവീൻ. ഹല്ലേലൂയ. ആമീൻ. കുഴഞ്ഞുപോയ ചില മേഖലകൾ, ഹല്ലേലൂയ, പ്രാർത്ഥിക്കാൻ കഴിയാതെ കുഴഞ്ഞു കിടക്കുന്ന ചില മേഖലകൾ, ഒരു രീതിയിലും പ്രാർത്ഥിക്കാൻ കയറി പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഒരു രീതിയിലും ആ മേഖലയിലോട്ടൊന്ന് വെട്ടിക്കേറി പ്രാർത്ഥിക്കാൻ കഴിയാതെ, നിന്നെ കുഴച്ചിട്ടിരിക്കുന്ന മേഖലകൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലമാണ്. കുഴഞ്ഞ മുഴങ്ങാലുകൾ ഇന്ന് രാത്രികാലം ബലപ്പെട്ട് ചാടി എഴുന്നേൽക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഴഞ്ഞ മുഴങ്കാലുകൾ ഇന്ന് രാത്രികാലം എതിയട്ടെ, ബലപ്പെട്ടെഴുന്നേൽക്കണം. അടുത്തത് ആമേൻ. ഹല്ലേലൂയ. കണ്ടോ? ആമേൻ. എന്തോ ബോധായി. ഹല്ലേലൂയ. അടുത്തത് തുടങ്ങിയ മനോഭീതി. ഇത് ശത്രു കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. ഇത് ശത്രു നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. മനോഭീതി, ഭീതി ഉണ്ടാക്കുക, നമ്മളെ ഭീതി ഉണ്ടാക്കുക, നമ്മുടെ സമനിലയെ തെറ്റിച്ചു കളയും. ഹൃദയത്തിന്റെ നമ്മൾ ഭീതി, നമുക്ക് സ്വയമായി പ്രാർത്ഥിക്കാൻ കഴിയത്തില്ല, ദൈവത്തെ ആരാധിക്കാൻ കഴിയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. നമുക്ക് ആമേൻ, ഹല്ലേലൂയ, ദൈവവചനം വായിക്കാൻ കഴിയത്തില്ല. ആമേൻ. എന്താ കാരണം? അകത്തളങ്ങളിൽ ഭയങ്കര ഭീതിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രികാലം ഹല്ലേലൂയ, ആമേൻ, തലമുറകളെ ഓർക്കുമ്പോൾ ഭീതി. ആമേൻ. നമ്മുടെ പെൺകുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ ഭീതി. ആമേൻ. നമ്മുടെ പിതാക്കന്മാരെ ഓർക്കുമ്പോൾ ഭീതി. ഹല്ലേലൂയ. നാളെ മുൻപോട്ട് എങ്ങനെ പോകും എന്നുള്ളതായ ഭീതി. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഈ ഭീതികളെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ കൊണ്ടുവരുന്ന ഒരു ആവിധാന ശക്തി. അവൻ ആത്മാവിൽ കൃപയിൽ കയറി വരാൻ കഴിയാതെ, പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവൻ ജയിക്കാൻ ചിലതിനെ ജയിച്ചു കയറാൻ കഴിയാതെ, അവൻ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഭീതിയെ ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ തകർക്കാൻ നിന്റെ അകത്തളങ്ങളിൽ സ്വർഗം നൽകിയിരിക്കുന്ന ഈ തീക്ക് കഴിയും. നിന്റെ അകത്തളങ്ങളിൽ തന്നിരിക്കുന്ന ഈ സൂര്യന് കഴിയും. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ. പലപ്പോഴും ആമേൻ, ഹല്ലേലൂയ, ചില വിഷയങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ അവൻ സമനിലയെ തെറ്റിച്ച് ഭീതി വരുത്തി, അവൻ ഹല്ലേലൂയ മുഴങ്കാലുകളെ അവൻ കുഴപ്പിച്ച്, അവൻ കൈകളെ അവൻ ബലത്തെ കുറച്ച്, അവൻ ശാരീരികമായി നിന്നെ തളർത്തി, അവൻ നിന്നെ വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോയി, അവൻ ഇനി എഴുന്നേറ്റ് പോകുന്നത് നല്ലത്, ഇനി പ്രാർത്ഥിക്കാൻ ഇന്നത്തെ കാര്യമില്ല എന്ന് പറയുക, അവൻ നിന്നെ തളർത്തി കളയുന്ന ചില മേഖലയെ ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ കുടിച്ച്, ഇന്ന് രാത്രിക്കാലം ആത്മാവിനെ കുടിച്ച് ഇന്ന് രാത്രിക്കാലം അതിനെ പിടിച്ചു ജയിക്കാൻ. ആമേൻ. അടുത്തത് ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിങ്ങളുടെ ദൈവം. ഭയപ്പെടേണ്ട, ഇതാ ഞാൻ നിങ്ങളുടെ ദൈവം. പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. ആമേൻ. പ്രതികാരവും ദൈവത്തിന്റെ പ്രതിഫലവും വരുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു പ്രതിഫലം പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി തമ്പുരാൻ വെച്ചിട്ടുണ്ടെന്ന്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആത്മാവിൽ ഉള്ളതാണ് ഹല്ലേലൂയ കൈമാറുന്നത്. അവൻ പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ഒരു പ്രതിഫലം തമ്പുരാൻ വെച്ചിട്ടുണ്ട്. അവൻ ഒരു കണ്ടിട്ടില്ല. ആരുടെ ഹൃദയത്തിൽ തോന്നാത്തത് സ്വർഗ്ഗം പ്രാർത്ഥിക്കുന്ന, കരയുന്ന, നിലവിളിക്കുന്ന, ഉപവസിക്കുന്ന, കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ പ്രതിഫലം വാങ്ങിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അവൻ 60-ാം അധ്യായം 1-ാം വാക്യം വായിച്ചു. 61 ആമേൻ, ആമേൻ, ആമേൻ. അല്ലല്ല, 60-ാം അധ്യായം യെശയ്യാവ് 60-1. എഴുന്നേറ്റ് പ്രകാശിക്കണം,
എഴുന്നേറ്റ് പ്രകാശിക്കാം. എന്തിനാ? ഒരു പ്രതിഫലം വാങ്ങാൻ. ഓ ജീസസ്, ഹല്ലേലൂയ. അമ്മച്ചി, ഹല്ലേലൂയ. നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് തമ്പുരാനും രാത്രിക്കാലം പറയുക, ആരും ഈ വിടം വിട്ടു പോകുന്നതിന് ഒരു പ്രതിഫലം വാങ്ങിക്കാം. ഓ ജീസസ്, ഹല്ലേലൂയ. ആമേൻ. തലമുറയെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന, ആമേൻ. ദൈവമേ, ഇന്ന് രാത്രിക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്റെ പ്രാർത്ഥന വരുകയല്ല, അവൻ നീ കാത്തിരുന്നത് വരുകയല്ല, നീ മുട്ടുമടക്കിൽ വരുകയല്ല, നീ രാത്രിയിൽ അവൻ പാരാക്കിൽ വരുകയല്ല. തമ്പുരാൻ പറയുന്നു, ഒരു പ്രതിഫലം നിനക്കായി വച്ചിരിക്കുന്നു, ഒരു പ്രതിഫലം നിനക്കായി വെച്ചിരിക്കുന്നു, ഒരു പ്രതിഫലം നിനക്കായി വെച്ചിരിക്കുന്നു, ഒരു പ്രതിഫലം നിനക്കായി വെച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. എഴുന്നേറ്റ് പ്രകാശിക്ക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് പ്രകാശിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിക്കാലം ഒന്ന് എഴുന്നേൽക്കാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. ഒന്ന് ചാടി എഴുന്നേൽക്കാൻ കഴിയുമോ? ആമേൻ. ഹല്ലേലൂയ. വർഷങ്ങളാൽ ജന്മനാൽ കുരുടനായിരുന്നവനെ യേശു വിളിച്ചപ്പോ അവൻ ചാടി എഴുന്നേറ്റത്. ഇന്ന് രാത്രിക്കാലം തമ്പുരാൻ പറയുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഒന്ന് എഴുന്നേൽക്കാൻ തയ്യാറായാൽ ആമേൻ. പ്രകാശം വാങ്ങിക്കും. ആമേൻ. ഹല്ലേലൂയ. വന്നു. ആമേൻ. അത് ഏറ്റെടുക്കണം. നമ്മൾ ചെയ്യണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. അമ്മാമേ, ഹല്ലേലൂയ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ആമേൻ. ഹല്ലേലൂയ. ഒരു ആമേൻ പോസ്റ്റ്മാനെ ആമേൻ വീട്ടിൽ ഒരു മണിയാകം കൊണ്ട് വന്ന്, ഹല്ലേലൂയ, പണവുമായിട്ട് വന്ന്, ആമേൻ, ഹല്ലേലൂയ, മുമ്പിൽ സിറ്റോട്ടി കസേരയിട്ടിരിക്കുമ്പോൾ ആമേൻ പോസ്റ്റ്മാൻ കയറി വരുവാന്ന് വെച്ചു. ആമേൻ. തന്റെ താൻ വരുന്നത് എന്തിനാ? ആമേൻ. ഹല്ലേലൂയ. പണം തരാൻ. ആമേൻ. ഹല്ലേലൂയ. അത് കൈമാറണം, അതിന് ഒപ്പിട്ട് കൊടുക്കണം. ആമേൻ. അത് വാങ്ങിക്കാൻ. ആമേൻ. ഇങ്ങനെ പോസ്റ്റ്മാൻ ഇങ്ങനെ വരുമ്പോൾ അമ്മാമ ആമേൻ സിറ്റോട്ടി ഇരിക്കുമെന്ന് വെച്ചു. ആമേൻ. വരുമ്പോൾ ആമേൻ ഈ മണിയാകം കൊണ്ട് വരുന്ന പോസ്റ്റ്മാൻ അടുത്ത് വരുമ്പോൾ അമ്മാമ എഴുന്നേൽക്കുമോ? അവിടെ ഇരുന്ന് എഴുതുമോ? യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേൽക്കണം. എന്തിനാ? നന്മ വാങ്ങിക്കാൻ. എന്തിനാ? വിടുതൽ പ്രാപിക്കാൻ. എന്തിനാ? യാത്രയ്ക്ക് പുറപ്പെടാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. വാക്യം പറയുന്നു, ആമേൻ. ഹല്ലേലൂയ. എഴുന്നേൽക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. തന്റെ മെസ്സേജ് ഇന്ന് രാത്രിക്കാലം ആത്മാവിൽ ദൂത് വിളിച്ചു പറയുക. അവൻ ആത്മാവിൽ ഒരുങ്ങി. ഒന്ന് എഴുന്നേൽക്കാം. ആമേൻ. ഹല്ലേലൂയ. ചിലത് കൈമാറാൻ. ആമേൻ. ചിലത് കൈമാറാൻ. ഓ, ദൈവത്തിന്റെ ദൂതൻ വന്നു നിൽക്കുന്നു. Praise God. Jesus, hallelujah. Hallelujah. അപ്പോൾ എഴുന്നേറ്റ് പ്രകാശിക്കുക. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ്സ്, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നാം വിളിച്ചു പറയട്ടെ, എഴുന്നേറ്റ് അനുഗ്രഹം വാങ്ങിക്കാം. എഴുന്നേൽക്കുന്നവരുടെ ജീവിതത്തിൽ തമ്പുരാൻ കൊടുക്കുക. എഴുന്നേൽക്കുന്നവന് കൊടുക്കുന്ന അടുത്ത ഗിഫ്റ്റാണ് തേജസ്സിന്റെ ഗിഫ്റ്റ്. ഈ തേജസ് കങ്ങളെ പ്രേമിച്ചുകൊണ്ട് അവൻ നിന്നെ ഉയരത്തിലേക്ക്, അവൻ സ്വർഗീയമാകുന്ന, അവൻ ആ തേജസ്സിലേക്ക്, ആ സ്വർഗീയമാകുന്ന ഭവനത്തിലേക്ക് നിന്നെ എടുക്കപ്പെടുത്തുന്നതാണ്, നിന്നെ കൊണ്ടുപോകുന്നതാണ്, നിന്നെ ഉയർപ്പിക്കുന്നതാണ് ഈ തേജസ്. വായിക്കുകയാണ്, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. യഹോവയുടെ തേജസ് നിന്റെ മേൽ വന്നിരിക്കുന്നു. ഞാനൊരു വാക്ക് വിരാമം വയ്ക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റൊന്ന് പ്രകാശിക്കാൻ തയ്യാറാണ്. ഹല്ലേലൂയ.
തമ്പുരാൻ നമ്മൾ വായിച്ചത് 18-ാം വാക്യം. ഹല്ലേലൂയ. അവിടെ വായിച്ചു കേട്ടില്ല, ഇനിയും നിന്റെ ആമേൻ ഹല്ലേലൂയ ദേശത്ത് ആമേൻ സാഹസവും നിന്റെ ആമേൻ അതിനകത്ത് ശൂന്യതയും നാശവും ആമേൻ കേൾക്കുകയില്ല. നിന്റെ മതിലിനകത്തളങ്ങളിൽ ആമേൻ ഹല്ലേലൂയ സ്തുതിയെന്നും ആമേൻ നീ പേർ പറയും. ഹല്ലേലൂയ. അടുത്തത് പെട്ടെന്ന് ഉറച്ചു വായിച്ചോളി. ആമേൻ ഇതൊക്കെ ആമേൻ ഹല്ലേലൂയ ലഭിക്കണമെങ്കിൽ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെടണമെങ്കിൽ, ആമേൻ ഇതൊക്കെ നമ്മൾ പ്രാപിച്ചെടുക്കണമെങ്കിൽ, ഈ ആമേൻ ഹല്ലേലൂയ മേഖലയിലേക്ക് നമ്മളൊന്ന് കയറണമെങ്കിൽ ഇന്ന് രാത്രികാലം ആത്മാവ് വിളിച്ചു പറയുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ തളർന്ന കൈകളെ, ആമേൻ ഹല്ലേലൂയ, ആമേൻ കുഴഞ്ഞ മുഴങ്കാലുകളെ എന്ത് ചെയ്യണം? ഒന്ന് തട്ടി ഉണർത്താം. ആമേൻ ഒന്ന് തട്ടി ഉണർത്താം. ഒന്ന് ചാടി എഴുന്നേൽക്കാം. ഒന്ന് തയ്യാറാണ്. ഹല്ലേലൂയ. യെശയ്യാവ് 60:1 പറയുന്നു, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇന്നലെയും മനഞ്ഞാന്നും കഴിഞ്ഞ നാളുകളിലും അവൻ 2025-ലും അവൻ നിന്നെ നോക്കി ശത്രു പറഞ്ഞു, ഇല്ല അവൻ നിന്റെ ജീവിതത്തിൽ ഇനിയൊരു പ്രകാശം ഉദിക്കത്തില്ല. അവൻ നിന്റെ ജീവിതത്തിൽ അവൻ ഇനിയൊരു പ്രകാശം ഉദിക്കത്തില്ല. നിന്റെ പേരിൽ ഒരു സൂര്യൻ ഉദിച്ചു വരത്തില്ല. അവൻ ഹല്ലേലൂയ. നിന്റെ പേരിൽ ഒരു സൂര്യൻ അവൻ ഹല്ലേലൂയ പ്രകാശിക്കത്തില്ല എന്ന് വെല്ലുവിളിച്ചത് ഇന്ന് രാത്രികാലം ആത്മാവായിരുന്നു. ഹല്ലേലൂയ. 2025 മുന്നേക്ക് ശത്രു പറഞ്ഞത് ഇന്ന് രാത്രികാലം ചാടി എഴുന്നേറ്റ് എന്റെ പ്രകാശം വന്നിരിക്കുന്നു. എന്റെ പ്രകാശം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. 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 അവരുടെ തേജസ്സായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എനിക്കൊരു പ്രകാശം വന്നിരിക്കുന്നു. ആ പ്രകാശം ഒരു തേജസ്സായ മുന്നിലേക്ക് വന്നിരിക്കുന്നു. ഇന്ന് രാത്രികാല ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. ആമേൻ. കുഴഞ്ഞ മുഴങ്കാലുകൾ, ആമേൻ തളർന്നുപോയ കൈകൾ ദൈവസന്നിധിയിൽ ഇന്ന് രാത്രികാലം വെള്ളപ്പെടട്ടെ. നിനക്ക് പലപ്പോഴും കരങ്ങളെ അടിച്ച് ആരാധിക്കാൻ കഴിയാതെ, പലപ്പോഴും അല്പസമയം പോലും ആമേൻ ഹല്ലേലൂയ മുഴങ്കാലിരിക്കുവാൻ കഴിയാതെ, ആമേൻ പലപ്പോഴും ആമേൻ ഹല്ലേലൂയ നിന്റെ വേലിക്കെട്ടിനകത്തളങ്ങളിൽ ഹല്ലേലൂയ ശൂന്യത കൊണ്ടുവരുക, പലപ്പോഴും നിന്റെ ജീവിതത്തിൽ അകത്തളങ്ങളിൽ അവൻ നാശത്തെ കൊണ്ടുവരുക, അന്ധകാര ശക്തിയെ തകർത്ത് ജയിക്കാൻ, അന്ധകാര ശക്തിയെ താഴടിയാക്കാൻ ഇന്ന് രാത്രികാലം അവൻ കുഴഞ്ഞുപോയ നിന്റെ മുഴങ്കാലുകളെ കുഴപ്പിച്ചു കളഞ്ഞ് ഇന്ന് രാത്രികാലം ആ കുഴഞ്ഞു പോകുന്നത് താത്തി വിടട്ടെ. ആ കൈകൾ നിലപ്പെട്ടു വരട്ടെ. അകത്തളത്തിൽ ആലോചിച്ചിരിക്കുന്ന ആത്മാവിന്റെ ശക്തി ഇന്ന് രാത്രികാലം ഒരു സൂര്യനെ പോലെ കാത്തിപ്പടരട്ടെ. ആ ഒരു മേഖലയിലേക്ക് സ്വർഗം നമ്മളെ കൊണ്ടുവരട്ടെ. ആ ഒരു മേഖലയിലേക്ക് സ്വർഗം നമ്മളെ നയിക്കട്ടെ. ആ ഒരു മേഖലയിലേക്ക് സ്വർഗം നമ്മളെല്ലാ കുടുംബങ്ങളെയും കരം പിടിച്ച് ഉയർത്തട്ടെ. അല്ലെങ്കിൽ ആ പ്രകാശത്തിലേക്ക് സ്വർഗം നമ്മളെ നയിക്കട്ടെ. ഇന്ന് രാത്രികാലം ഒരുമിച്ച് ദൈവസന്നിധി നമുക്ക് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ ആമേൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ആമേൻ ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധനായ സ്വർഗ്ഗത്തിലെ കർത്താവേ, നന്ദിയുള്ള സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടവരെയും നല്ല രാത്രിയുടെ സ്തോത്രം. പൊതുവെ കടന്നു പാടുവാൻ പ്രാർത്ഥിക്കാനൊക്കെ ദൈവത്തിന് തന്നു. ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ശ്രേഷ്ഠവും മഹത്വമേറിയ ദൈവവചനം ഹല്ലേലൂയ ഇതുവരെ നമുക്ക് കേട്ടു. ആമേൻ ഹല്ലേലൂയ. സമാധാനവും ആമേൻ സ്തോത്രം. പിന്നെ ഒരു